ഇടത്തെ തോളിൽ ചവിട്ടി, നിന്റെയും ഇടത്തെ തോളിൽ ചവിട്ടി. ദാദാ, ഗുരു ദാദാ. എന്താ എന്താ പ്രശ്നം? നീ ആരടാ? ഞാനിതിന്റെ ഡയറക്ടറാ. കാശ് മുടക്കുന്നവനാരാ? ഞാനാണ്. നിനക്ക് ഷൂട്ടിംഗ് നടത്തണോ? എങ്കിൽ ഇവൻ അഭിനയിക്കാൻ പാടില്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഗ്ലാസ് അടിച്ച് പൊട്ടിക്കരുത്. ഗ്ലാസിനോട് എന്താ അത്ര വിരോധം? എന്റെ മോളെ അവൻ ചിങ്കടികളെ വിട്ട് വരുത്തിയിരിക്കുന്നു. അവളെ ജീവനോടെ കുഴിച്ചിടുമെന്ന്. ജെയിംസേ, അവനെ ഞാൻ ജീവനോടെ കുഴിച്ചിടും. എന്റെ പൊന്നച്ചായി ഇവിടെ കുഴിച്ചിടാൻ നിൽക്കാതെ കഴിച്ചേച്ച് പോ. എന്റെ പണി അല്ലാതെ പരോള് കഴിഞ്ഞ് ജയിലിലോട്ട് പോകത്തില്ല, മണ്ണിനടിയിലോട്ട് പോകും. ഞാൻ അവനെ വെട്ടിമൂടും. വെട്ടിമുട്ടാൻ ഞാൻ കൈക്കോട്ട് കൊണ്ടുതരാം. എന്റെ കർത്താവെ, വെള്ളമടിച്ചാ ഇങ്ങനെയും ഉണ്ടോ മനുഷ്യര്? ആരെ വെട്ടിമൂടുന്നാ പറഞ്ഞത്? ശവക്കുഴി വെട്ടുന്നവന്റെ കുഴി ഞങ്ങൾ വെട്ടാം. എന്റെ കർത്താവെ, നിങ്ങൾ ആ മനുഷ്യനെ ഒന്നും ചെയ്യരുത്, ചത്തുപോകും. മലത്തും ഞാൻ നിന്നെ ഞങ്ങൾ എടുത്തോളാം. പോടാ, മലത്തും ഞാൻ അവനെ. എന്റെ പൊന്നച്ചാ, ഇവിടെ ഇരുന്ന് കുത്തി മലത്തണ്ട. അച്ഛൻ എഴുന്നേക്ക്, പോ. ഇങ്ങു വാമോനെ. വേണ്ട. മാതാവിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് ഒരിക്കലും ഇവൻ അപ്പനെ പോലെ ആകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പനോടുള്ള വെറുപ്പുണ്ടല്ല, ഇങ്ങനെയൊക്കെ കാണുന്നതിലുള്ള സങ്കടം കൊണ്ട്. എന്തിനാ അപ്പ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത്? അലറരുത്, ഞാനും അലറും. എന്നാ പുണ്യം കിട്ടും എന്റെ അപ്പന്. അപ്പൻ ഒരാൾ കാരണമാ ഈ വീട് ഈ ഗതിയിലായത്. കുടിച്ചു കൂത്താടി നടന്ന് ഒരു കുടുംബം ഇല്ലാതാക്കിയിട്ട് മതിയായില്ലേ? കുമ്പസാര കൂട് പോലും പൊട്ടിപ്പോകുന്ന പാപം അപ്പൻ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെടി, എല്ലാം ഞാനാ ചെയ്തത്. ഞാനാ മഹാഭാവി. ഈ വീട് നോക്കാത്ത, ഭാര്യയും മക്കളെയും നോക്കാത്ത മഹാഭാവി. ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്തവൻ. ഞാൻ എവിടെങ്കിലും പോയി തോലഞ്ചോളാം. അപ്പൻ ഇനി പുറത്ത് പോകരുത്. വെറുതെ അപ്പൊ ഞാനാ പറയുന്നത്, പോണ്ട. പറഞ്ഞത് ഇതല്ല ഇതെല്ലാം. ദാദ നിന്നെ ചവിട്ടിന് പ്രൊഡ്യൂസർ എന്ന് വിളിച്ചു. ബാങ്കിൽ വന്ന അയാൾ എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. പ്രൊഡ്യൂസർ നിന്നോട് പറഞ്ഞ പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തായാലും നീ അയാളെ തന്തയ്ക്ക് വിളിച്ചോ. നീ ആരാ അയാളെ ചീത്ത വിളിക്കാൻ? സാറൊന്ന് അഭിനയിച്ചു തരണേന്ന് പറഞ്ഞ അയാൾ ഇങ്ങോട്ട് വന്നോ? ഞാൻ പോയി കാല് പിടിച്ച് പറഞ്ഞിട്ട് ആവേശം കൊടുത്തത്. ഏതായാലും പറ്റിപ്പോയി. നീ ഒന്നുകൂടെ പറഞ്ഞാ അവനെ തിരിച്ചെടുക്കും. ഇനി ഞാൻ പറയുന്ന പ്രശ്നമില്ല. അവര് സമാധാനത്തിൽ വേറെ ആരെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യട്ടെ. ദാദ ഇനി അങ്ങോട്ട് എന്നാ ഗുരു വരും, ചവിട്ടും കിട്ടും. അവരൊന്നും അതിനകത്ത് ഇടപെടത്തില്ല. ഡീസന്റ് അല്ലേ? ആവശ്യമില്ലാതെ ഞാനിവിടെ മാറി. ആ ശബ്ദം ഈ സാധനം ഇവിടെ എത്തിയോ? ഞാനിവിടെ ഉണ്ട്, മാത്യൂസ്. വാളിയ, ഇന്ന് എനിക്ക് ജോലി ഉണ്ടാക്കും. പേടിക്കണ്ട, വാതില് തുറക്ക്. അച്ഛൻ വീട്ടിൽ പോയില്ലേ? ഇതാടാ എന്റെ വീട്, എന്റെ ദിവാകരന്റെ വീട്. ഇന്ന് മുതൽ ഞാനാ ഇവിടെ കാവല്. ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. അച്ചായൻ പോ. ഇന്ന് രാത്രി ഞാൻ അവനെ കുത്തി പാലത്തും. ഗുരുദാദ, ദിവാകര, ഞാനിവിടെ ഉണ്ട്, പേടിക്കണ്ട. ആദ്യ രാത്രിയല്ലേ അച്ഛായ, വെള്ളം വെക്കല്ലേ. എന്താ മാത്യൂസ് ഈ രാത്രിയില്? ദിവാകര, എനിക്ക് വേണ്ടി നിന്നവനാ നീ. നിനക്ക് വേണ്ടി മാത്യൂസ് നിൽക്കും. കുത്തി മലത്തും ഞാൻ അവനെ. എനിക്ക് വേണ്ടി മാത്യൂസ് ഒന്നും ചെയ്യണ്ട. ആരെയും കുത്തി മലർത്തുകയും വേണ്ട. താനിപ്പോ വീട്ടിൽ പോ. പ്രായമായ ഒരു മകളില്ലേ തനിക്ക്? അതെങ്കിലും താറന്ന് ഓർക്കട്ടെ. ദിവാകര, എന്റെ മോള് പാവമാ. നാട്ടുകാർ അവളെ പറ്റി എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാമല്ലോ. പറയാനുള്ള അവസരം താൻ ഉണ്ടായി കൊടുത്തിട്ടല്ലേ? ഞാൻ എന്തോ ചെയ്തെന്നാ? ഞാൻ കഴിവില്ലാത്തവനാ, കൊള്ളരുതാത്തവനാ. എന്റെ മോള് ടിവിയിലൊക്കെ പോയി അഭിനയിച്ച് നല്ല കാശുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്നത്. അല്ലാതെ ഒരു തെറ്റും അവള് ചെയ്യുന്നില്ല. അവള് നടന്ന് വ്യഭിചരിക്കുകയാണെന്നാ നാട്ടുകാർ പറയുന്നത്. നിർത്ത് ദിവാരേട്ടാ, ഞാനിങ്ങനെ മോളിൽ കൊണ്ട് വേണ്ട വേണ്ട വേണ്ട.
മേളിൽ ആരെയും കിടത്താൻ പറ്റത്തില്ല. നിന്റെ കെട്ടിലേക്ക് കിടത്തണ്ട, എന്റെ കെട്ടിലേക്ക് കിടത്തിയാൽ മതി. ഇവിടെ ആരെയും കിടത്തുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഇപ്പൊ ഇതൊരു പ്രശ്നമാക്കണ്ട. മാത്യൂസേ, തനിക്ക് വീട്ടിൽ പോണോ? ഞാൻ വീട്ടിൽ പോകത്തില്ല. എങ്കി വാ. ഓരോ പൊല്ലാപ്പെടുത്ത് തലയെ വെച്ചോളും. ദാ, ഇവിടെ കിടന്നോ. ഈ അച്ഛന്റെ കാര്യം വലിയ കഷ്ടം തന്നെ. ആ ഗുരുവിന്റെ ചിങ്കിടികള് ഇന്നലെ മോളെ ചെന്ന് വരട്ടേന്ന്. എവിടെ വെച്ച്? ആ പെൺകൊച്ചി ശരീര സൗന്ദര്യം ഉണ്ടാക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ. ആ, ആ അവിടെ ചെന്ന് മുടിക്ക് കുത്തി പിടിച്ചെന്നോ വരട്ടിയെന്നോ എന്തൊക്കെയോ പറയുന്നു. ഇഷ്ടം. രാജമ്മ ചേച്ചി, ചേച്ചിക്കിന് മനസ്സിലായില്ലേ? ഓ മനസ്സിലായി, നല്ലോണം മനസ്സിലായി. നീയൊക്കെ കാരണം ഇപ്പൊ ഞങ്ങൾ തീ തിന്നുന്നത്. അപ്പൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെങ്ങാനും വന്നോന്ന് അറിയാനാ. ഇവിടെ വരാൻ നിന്റെ അപ്പന്റെ പൊറതിപ്പുരയാണോ ഇത്? കോലത്ത് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ സൂസന്നെ? ദിവാകരേട്ടാ, അപ്പനെ നോക്കി ഇറങ്ങിയതാ. ഇന്നലെ രാത്രി ഇവിടെ വന്നു. ഞാൻ ദേ ഇവിടെ പിടിച്ച് കിടത്തിയതാ. കാലത്ത് നോക്കുമ്പോ കാണാനില്ല. വാമോനെ കേറിയിരിക്കും. ആ കേട്ടിരുത്തി സൽക്കരിക്കാൻ പോവാണോ? എന്താ രാജമ്മ ഇത്? കുറച്ചുകൂടി മര്യാദക്ക് സംസാരിക്കുന്നേ. ഇത്രയും മര്യാദ എനിക്കുള്ളൂ. കൊണ്ട് തേവടിച്ചവളൊക്കെ കേട്ടിരുത്താനുള്ള വീടല്ലിത്. ഞാൻ പോട്ടെ ദിവാകരേട്ടാ. രാജമ്മ ചേച്ചി, അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ പ്രസവിച്ചത് അമ്മച്ചിയാണെങ്കിലും സ്നേഹം തന്ന് വളർത്തിയത് രാജമ്മ ചേച്ചിയും ദിവാകരേട്ടനുമാണെന്ന്. നിങ്ങൾ വളർത്തിയ ഒരു പെണ്ണ് ഒരിക്കലും തേവിടിച്ചാവില്ല. അവകാശമൊന്നും ഇല്ലെങ്കിലും ഈ മുറ്റത്തെങ്കിലും എന്നെ അനാഥയാക്കരുത് ചേച്ചി. വിഷ്ണുവിന്റെ കൂടെ താമസിക്കുന്നതല്ലേ നീ? മാറി താമസിക്കാൻ പറഞ്ഞ കേക്കില്ലല്ലേ? ബാങ്കിൽ നിന്ന് കിട്ടുന്ന കാശ് ആശുപത്രി കൊണ്ടുപോയി കളയണോ മോനെ? ഈ കൈ പോയാ പിന്നെ എങ്ങനെയാടാ നീ ശബ്ദിച്ചാൽ കാഞ്ചിക്കളയും പുല്ലേ. ഗുരുദാൻ ആരാണെന്ന് നിനക്കൊന്ന് അറിഞ്ഞൂടാ. ദിവാരന്റെ വീടിന് കാവലിടന്ന് ചാണ്ടെങ്കിൽ തലം വിട്ടോണം അവിടുന്ന്. നിന്റെ മറ്റൊരു കൂടി പറഞ്ഞേക്ക്. ഒന്നിച്ച് പഠിച്ചാണല്ലോ എന്ന് ഓർത്താ കൂടെ കഴിഞ്ഞോളം സമ്മതിച്ചത്. എന്റെ മനസമാധാനം ഇല്ലാതാക്കിക്കൊണ്ട് എനിക്ക് ഒരുത്തന്റെ കമ്പനി വേണ്ട. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നടു റോട്ടിൽ കിടന്ന് കണ്ടവന്റെ തല്ലുകൊണ്ട് ചാവേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം വിഷ്ണു, ജീവിതകാലം മുഴുവൻ നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മാസം മാസം കാശ് എന്നെ കൊടുക്കുന്നത് ഞാനാ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞാൻ പറയുന്ന പോലൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയാമെങ്കിൽ നീ എന്റെ കൂടെ കഴിഞ്ഞാൽ മതി. എന്തായി കാണിക്കുന്നേ? പെട്ടി ഇവിടെ വെക്ക്. ഞാനാ പറയുന്ന പോവരുത്. ജെയിംസ് മാറി നിൽക്ക്. എന്നെ തല്ലിക്കൊന്നാലും ഞാൻ വിടത്തില്ല. വിവരമില്ലാത്ത ഇവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ പെട്ടി ഇവിടെ വെക്ക്. അവൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലല്ലോ. കുന്തം വിളിക്കാൻ വരെ നീ ഇവിടെ എപ്പോണ്ടായിരുന്നല്ലോ. എടോ ഹരീഷൻ സാറേ, നിന്റെ ഉണക്ക ഔദാര്യം വിളമ്പി നീ ഇനി എന്നെ ഊട്ടണ്ട. പട്ടിണിയാണെങ്കിലും എച്ചിലൊന്നും ഞാൻ ശീലിച്ചിട്ടില്ലടാ. ഞാൻ പറഞ്ഞത് തെറ്റായ അർത്ഥത്തിലാണ് നീ എടുത്തത്. അല്ലടാ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എടാ, എന്റെ വീട്ടിലെ പട്ടിണിയും പ്രാരാബ്ധം നിന്നോട് ഞാൻ പറഞ്ഞത് നിന്നെ എന്റെ രക്ഷകനായിട്ട് കണ്ടിട്ടൊന്നുമല്ല, നിന്റെ കൂറക്കാശിന്റെ സഹായം കണ്ടിട്ടുമല്ല. നിന്നെ ഒരു കൂടപ്പുറപ്പായിട്ട് കണ്ടുപോയി. അക്കൗണ്ട് ബുക്കിന്റെ പുറത്തിരുന്നുകൊണ്ടാണ് സാർ എനിക്ക് അത്താഴം വിളമ്പിരുന്നെന്ന് ഞാൻ ഓർത്തില്ല. തിന്നുപോയി സാറേ. ഇപ്പൊ കുത്തി കണക്ക് പറയരുത്. തരാൻ എന്തേലൊന്നും ഇല്ല. ഇനി കടം കൂട്ടണ്ട. അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്ക്. ജീവനുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തന്നു തീർക്കും. എന്റെ കർത്താവേ, ഞാൻ എന്ത് തെറ്റിയതാ? പിന്നെ ഞാൻ എന്ത് തെറ്റിയതാ? നിർത്ത്. ഈ വഴക്കും വക്കാണോ ഒരു പതിവായി തീർന്നല്ലോ. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും ഇവിടുന്ന് പോകാനും പോകുന്നില്ല. പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. കയ്യിലൂടെ പോ. റോഡേ പോകുന്ന അലമ്പരൊക്കെ കീട ഒഴിച്ചു കൊടുത്ത് തളർന്ന അവശനായി തറയിലാണെങ്കിൽ മനസ്സമാനത്തോടെ ഉറങ്ങാൻ വരുമ്പോൾ തറ പാർട്ടികൾ സമ്മതിക്കില്ല. നന്ദിയിട്ട രാക്ഷസന്മാർ ഇറങ്ങി പോയാലോ? നീ ഇറങ്ങി പോടാം. ഞാൻ ഇങ്ങോട്ട് പോയി. എന്നാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആരോഗ്യം എനിക്ക് കട്ടിലടി വെച്ചിരുന്നാണ്. ആരുടെ പായെടുത്തേ? ജെയിംസങ്ങളെ, നമ്മളെ പഠിപ്പിക്കുന്നവരല്ലേ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ മുടി വെട്ടിയ ആള് എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആളാ? മുടി വെട്ടാൻ പഠിപ്പിക്കുന്ന ആള്. മുടി വെട്ടാൻ പഠിപ്പിക്കുന്ന ആള്
മുടി വെട്ടുന്നവരുടെ ഗുരു ആയതുകൊണ്ടാണ് അവനെ ഗുരുദാദ എന്ന് വിളിക്കുന്നത്. അയാൾക്ക് ഭയങ്കര ശക്തിയല്ലേ എങ്കിലേ? മോൾ ഇങ്ങോട്ടൊന്ന് ഇടിച്ചേ. എങ്ങനുണ്ട്? കൈ നോവുന്നു. അതാണ് ശക്തി. മോൾ ആ പുട്ടുകൂടി ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി ശക്തി കൂടെ അങ്കിള് കാണിച്ചു തരാം. ഇനി അയാൾ വന്ന അങ്കിൾ ഇടി കൊടുക്കോ? ഇടി കൊടുക്കൂല മോളെ, കൈ നാറും. അങ്കിള് നല്ല തൊഴി കൊടുക്കും. ഇനി ഇവിടെ വന്ന അങ്കിൾ അതുപോലെ ചെയ്യോ? ഇവിടെ വന്നാലോ? ഇവിടെ വന്നാൽ അതുപോലെയല്ലേ ചെയ്യാൻ പോണത്. അവനെ പിടിച്ച് മോടെ മുമ്പിൽ കൊണ്ടുവന്ന് കുനിച്ചു നിർത്തി അവന്റെ കത്തി പിടിച്ചു മേടിച്ച് മോടെ കൈ തരും. മോൾ ആ കത്തി കൊണ്ട് അവന്റെ തലമുടി തുണ്ടം തുണ്ടമായി വെട്ടി അങ്കിളുടെ കൈ തരും. അങ്കിൾ അതിങ്ങനെ മേളിലോട്ട് ഊതി പറപ്പിക്കും. നിന്റെ അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. ഒരാൾ കാണാൻ വന്നിരിക്കുന്നത് പറ. കുട്ടിയെ ഒന്നും ചെയ്യരുത്. ഇവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നീ ഏതാടാ? മേളിൽ താമസിക്കുന്ന. ഓ, മോളിൽ താമസിക്കുന്ന. നിന്നോടൊക്കെ ഇവിടുന്ന് മാറി പോണോന്ന് പറഞ്ഞ പോവില്ല അല്ലടാ. അകത്ത് നോക്കണ്ട. അകത്താരില്ല ദാദാ. അവൻ വരുമ്പോ പറഞ്ഞേക്ക് അധിക നാൾ അവൻ എന്നെ വെട്ടിച്ച് നടക്കാൻ പറ്റില്ലെന്ന്. ഗുരു തിരിച്ച് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അവനെ തുണ്ടം തുണ്ടമായി അരിഞ്ഞ് ഞാൻ ഈ മുറ്റത്തിടുമെന്ന്. സംഘം ചേർന്ന് എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്റെയും ഒക്കെ ഗതി അത് തന്നെ ആയിരിക്കും. ഓർത്തോ?